നടൻ വിജയുടെ സിനിമകൾക്ക് കേരളത്തിൽ വലിയൊരു ഓഡിയൻസ് തന്നെയുണ്ട്. കാരണം മലയാളം സിനിമകളെക്കാളും തിയേറ്ററിൽ ആൾക്കൂട്ടം കാണുന്നത് പ്രത്യേകിച്ചും വിജയ് സിനിമകൾക്കാണ്. ഒരു തമിഴ് ആക്ടർ എന്നതിനുമപ്പുറം കേരളത്തിൽ ഒരു വലിയ ഫാൻ ബേസ് ഉള്ള നടൻ കൂടിയാണ് വിജയ്. പുള്ളിയുടെ സിനിമാ കരിയർ അവസാനിപ്പിച്ച് ഫുൾ ടൈം പൊളിറ്റിക്സിലോട്ട് വരാനിരിക്കെ വിജയുടെ അവസാന സിനിമ ജനനായകന്റെ റിലീസും ഇന്ന് ചർച്ചയാവുകയാണ്. ദളപതി വിജയ് ചെയ്ത മിക്ക സിനിമകളും റീമേക്കുകളാണെന്നും അവസാന പടം ജനനായകനും ഭഗവത് കേസരി എന്ന തെലുങ്ക് സിനിമയുടെ റീമേക്ക് ആണെന്നൊക്കെയാണ് പറയുന്നത്. എന്നിരുന്നാലും പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒരു രക്ഷയുമില്ല. പക്ഷെ ചില സിനിമകൾ വിജയ് ഉപേക്ഷിച്ചിട്ടുമുണ്ട്. അങ്ങനെ വിജയ് ഉപേക്ഷിച്ച പല സിനിമകളും ഹിറ്റായിട്ടുമുണ്ട്. സോ ദളപതി വിജയ് ഉപേക്ഷിച്ച് ഹിറ്റായ 10 സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം. 10ാം സ്ഥാനത്ത് പൊന്നിയിൻ സെൽവൻ. 2022 മണിരത്നത്തിന്റെ ഡയറക്ഷനിൽ വന്ന ആക്ഷൻ അഡ്വഞ്ചർ സിനിമയായിരുന്നു പൊന്നിയിൻ സെൽവൻ. 2023 ഇതിന് സെക്കൻഡ് പാർട്ടും വന്നിരുന്നു. കൽക്കി കൃഷ്ണമൂർത്തിയുടെ പൊന്നിയിൻ സെൽവൻ എന്ന നോവലിനെ ബേസ് ചെയ്ത് വന്ന ഈ സിനിമയിൽ കാർത്തി ചെയ്ത വന്ധ്യദേവൻ എന്ന ക്യാരക്ടർ ആദ്യം ചെയ്യാനിരുന്നത് വിജയ് ആയിരുന്നു. പക്ഷെ ചില കാരണങ്ങളാൽ അത് വിജയ് ഉപേക്ഷിക്കുകയായിരുന്നു. പക്ഷെ വന്ധ്യദേവൻ ക്യാരക്ടർ വളരെ ബെസ്റ്റായിട്ട് കാർത്തി ചെയ്തിട്ടുണ്ടായിരുന്നു. 9ാം സ്ഥാനത്ത് യോഹൻ അധ്യായം 1. 2012 ഗൗതം വാസുദേവ് മേനോന്റെ ഡയറക്ഷനിൽ വിജയ് ചെയ്യാനിരുന്ന സിനിമയായിരുന്നു യോഹൻ അധ്യായം 1. അമേരിക്കൻ ബേസ്ഡ് രഹസ്യ ഏജന്റായ ജോൺ തന്റെ ടീമിനൊപ്പം ഒരു ചാരശൃംഖല തലവനെ തട്ടിക്കൊണ്ടുപോകുന്നവരുടെ പിടിയിൽ നിന്നും രക്ഷിക്കുന്നതുമായ സിനിമയായിരുന്നു ഇത്. ഹോളിവുഡ് ലെവലിൽ എടുക്കേണ്ട പടമായിരുന്നു ഇത്. തമിഴ് ഓഡിയൻസിന് കണക്ട് ആവില്ലെന്ന് കരുതി വിജയ് ഒഴിവാക്കിയ പടം കൂടിയായിരുന്നു യോഹൻ അധ്യായം 1. 8ാം സ്ഥാനത്ത് കാക്ക കാക്ക. 2003 ഗൗതം വാസുദേവ് മേനോന്റെ ഡയറക്ഷനിൽ വന്ന ആക്ഷൻ ത്രില്ലർ പടമായിരുന്നു ഇത്. പോലീസായ ഹീറോയ്ക്ക് വേണ്ടി ആദ്യം തീരുമാനിച്ചത് വിജയ് ആയിരുന്നെങ്കിലും പിന്നീട് ഈ സിനിമ സൂര്യയുടെ കയ്യിലോട്ട് പോവുകയും ചെയ്തു. അത് സൂര്യയ്ക്ക് വലിയൊരു ഹിറ്റ് കൂടി നൽകുകയും ചെയ്തു. വിജയ് പിന്മാറിയതുകൊണ്ട് നമുക്ക് ലഭിച്ചത് ഒരു അടിപൊളി സൂര്യ സിനിമയായിരുന്നു. 7ാം സ്ഥാനത്ത് റൺ. 2002 എൻ ലിംഗുസ്വാമിയുടെ ഡയറക്ഷനിൽ വന്ന പടമായിരുന്നു റൺ. റൊമാൻറ്റിക് ആൻഡ് ആക്ഷൻ ത്രില്ലർ ജോണിൽ വന്ന സിനിമയ്ക്ക് ആദ്യം തീരുമാനിച്ചത് നടൻ വിജയ് ആയിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ വിജയ് അത് റിജക്ട് ചെയ്യുകയും തുടർന്ന് ആർ മാധവൻ നായകനാവുകയും ചെയ്തു. ഈ സിനിമയിലെ ശിവ എന്ന ലീഡ് റോൾ മാധവൻ നന്നായി കൈകാര്യം ചെയ്തിരുന്നു. 6ാം സ്ഥാനത്ത് ഉണ്ണൈ നിനത്ത്. 2002 വിക്രമന്റെ ഡയറക്ഷനിൽ വന്ന റൊമാൻറ്റിക് ഡ്രാമയായിരുന്നു ഉണ്ണൈ നിനത്ത്. വിജയ് നായകനാവാനിരുന്ന സിനിമ പാട്ടുകൾ ഉൾപ്പെടെ കുറച്ച് സീനുകൾ ഷൂട്ട് ചെയ്തെങ്കിലും ചില കാരണങ്ങളാൽ പിന്നീട് വിജയ് ഉപേക്ഷിച്ച സിനിമ സൂര്യ അഭിനയിച്ച് ഹിറ്റടിക്കുകയും ചെയ്തു. ഒരുപക്ഷെ സൂര്യയുടെ കരിയറിൽ ആക്ടിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ അക്കാലത്തെ പുള്ളിയുടെ കരിയർ ബെസ്റ്റ് തന്നെയായിരുന്നു ഉണ്ണൈ നിനത്ത്. പക്ഷെ വിജയ് ആയിരുന്നതിൽ എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റണില്ല. പുള്ളി ഈ ചിത്രത്തെ ഉപേക്ഷിച്ചത് എന്തിനും നന്നായി. 5ാം സ്ഥാനത്ത് അനേകൻ. 2015 KV ആനന്ദിന്റെ ഡയറക്ഷനിൽ വന്ന റൊമാൻറ്റിക് ആക്ഷൻ സിനിമയായിരുന്നു അനേകൻ. ധനുഷ് നായകനായി വന്ന ഈ സിനിമയും ആദ്യം ചെയ്യാനിരുന്നത് വിജയ് ആയിരുന്നു. പക്ഷെ ആ സമയത്ത് വിജയ് പുലി എന്ന സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. വിജയുടെ ഡേറ്റ് കിട്ടാതെ വന്നപ്പോൾ അനേകൻ ധനുഷിന് ലഭിക്കുകയും ധനുഷ് കിടിലനായി അഭിനയിക്കുകയും ചെയ്തു. വമ്പൻ ഹിറ്റല്ലെങ്കിലും ആവറേജ് ഹിറ്റ് തന്നെയായിരുന്നു അനേകനും. 4ാം സ്ഥാനത്ത് ധൂൾ. 2003 ധരണിയുടെ ഡയറക്ഷനിൽ വന്ന സിനിമയായിരുന്നു ധൂൾ. വിക്രം നായകനായി വന്ന സിനിമയ്ക്കായി ഡയറക്ടർ ധരണി ആദ്യം തീരുമാനിച്ചത് വിജയെയായിരുന്നു. പക്ഷെ വിജയ് റിജക്ട് ചെയ്തതിനെ തുടർന്ന് ധൂൾ വിക്രം ചെയ്യുകയായിരുന്നു. ധൂളിലെ വിക്രമിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ധൂൾ വിക്രമിന് ഹിറ്റ് നൽകിയ സിനിമ കൂടിയായിരുന്നു. എന്നാൽ അടുത്ത വർഷം 2004 ധരണി വിജയെ വെച്ച് ചെയ്ത ഗില്ലി വിജയ്ക്ക് വമ്പൻ ഹിറ്റ് നൽകുകയും ചെയ്തു. 3ാം സ്ഥാനത്ത് സണ്ടക്കോഴി. 2005 എൻ ലിംഗുസ്വാമിയുടെ ഡയറക്ഷനിൽ വന്ന ആക്ഷൻ ഡ്രാമയായിരുന്നു സണ്ടക്കോഴി. വിശാലും മീര ജാസ്മിനും ഒന്നിച്ച് അഭിനയിച്ച സിനിമയുടെ കഥ എഴുതുന്ന സമയത്ത് തീരുമാനിച്ചത് വിജയും ജ്യോതികയും വെച്ച് ചെയ്യാനായിരുന്നു. പിന്നീട് ജ്യോതികയ്ക്ക് പകരം മീര ജാസ്മിനെ കാസ്റ്റ് ചെയ്യുകയും സ്റ്റോറി കംപ്ലീറ്റ് ആയപ്പോൾ വിജയ് റിജക്ട് ചെയ്യുകയും ചെയ്ത സിനിമയായിരുന്നു സണ്ടക്കോഴി. പിന്നീട് സണ്ടക്കോഴി വിശാൽ അഭിനയിച്ച് ഹിറ്റടിക്കുകയും ചെയ്തു. 2018 ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് വന്നെങ്കിലും വിചാരിച്ചത്ര ഹിറ്റാവാതെ പോവുകയും ചെയ്തു. 2ാം സ്ഥാനത്ത് സിംഗം. 2010 ഹരിയുടെ ഡയറക്ഷനിൽ വന്ന ഒരു ആക്ഷൻ ത്രില്ലർ പടമായിരുന്നു സിംഗം. സൂര്യനായകനായ സിനിമ ഒരു പക്ക പോലീസ് സിനിമ കൂടിയായിരുന്നു. മറ്റു ചില കാരണങ്ങളാൽ വിജയ് ഉപേക്ഷിച്ച സിനിമ കൂടിയായിരുന്നു സിംഗം. ഹരി സൂര്യ കോംബോയിൽ വന്ന എക്കാലത്തെയും മാസ് പടം തന്നെയാണ് സിംഗം. ആ ടൈമിൽ വന്ന പോലീസ് പടങ്ങളിൽ നിന്നും സിംഗം ശരിക്കും സിംഗം തന്നെയായിരുന്നു. 1ാം സ്ഥാനത്ത് മുതൽവൻ. 1999 ശങ്കറിന്റെ ഡയറക്ഷനിൽ വന്ന ആക്ഷൻ ത്രില്ലർ പടമായിരുന്നു മുതൽവൻ. നമുക്കറിയാം തമിഴ്നാട്ടിലെ എക്കാലത്തെയും പൊളിറ്റിക്കൽ പടങ്ങളുടെ തലതൊട്ടപ്പൻ. മുതൽവൻ എന്ന സിനിമയ്ക്കായി ശങ്കർ വിജയെ സമീപിച്ചെങ്കിലും ആ ഒരു ചാൻസ് വിജയ് റിജക്ട് ചെയ്യുകയായിരുന്നു. ഡീപ്പായ പൊളിറ്റിക്കൽ സീനുകൾ ഉള്ളതുകൊണ്ടാണ് വിജയ് എന്ന ആ സിനിമ റിജക്ട് ചെയ്തതിന്റെ കാരണം. സംഭവം ആ ഒരു ടൈമിൽ, അതായത് 1999 വിജയ് ചെയ്തിരുന്നത് റൊമാൻറ്റിക് ഡ്രാമകളായിരുന്നു. ഉദാഹരണത്തിന് തുള്ളാതമനവും തുള്ളും, എൻട്രണ്ടും കാതൽ, നെഞ്ചിനിലെ, മിൻസാരക്കണ്ണ എന്നീ ലവ് സ്റ്റോറി സിനിമകൾ മാത്രം ചെയ്ത ടൈം ആയതുകൊണ്ട് മുതൽവനെ പോലെയുള്ള ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ മൂവി വിജയ് മനഃപൂർവ്വം ഒഴിവാക്കിയതായിരുന്നു. എന്തായാലും മുതൽവൻ ആക്ഷൻ കിങ് അർജുനിന്റെ അസാധ്യ പെർഫോമൻസും കരിയർ ബെസ്റ്റ് സിനിമയും കൂടിയായിരുന്നു. ഇപ്പറഞ്ഞ ലിസ്റ്റിനു പുറമെ ഓട്ടോഗ്രാഫ്, വേല്, 6, വേട്ടൈ തുടങ്ങി ഒത്തിരി സിനിമകൾ വിജയ് റിജക്ട് ചെയ്തിരുന്നു.
ഒരുപക്ഷെ ആ ഒരു സിനിമ വിജയ് ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായനെ എന്ന് നിങ്ങൾക്ക് തോന്നിയ സിനിമ ഏതെന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോകളായ 2026 വരാനിരിക്കുന്ന സിനിമകൾ, പാട്ടുകളില്ലാതെ വന്ന സിനിമകൾ, ടോപ്പ് 10 മെയിലിഗോ സിനിമകൾ, മലയാളത്തിന്റെ ഭാവി നടന്മാർ എന്നീ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.